ദീൻദയാൽ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാനിധി 2024 അനുമോദനവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. ദേശീയതയിലും ആധ്യാത്മിക ചിന്തയിലൂന്നിയ പുതുതലമുറയെ സൃഷ്ടിക്കുക, വാർഡിൽ ദേശീയ കാഴ്ചപ്പാടുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. ഏറ്റുമാനൂർ നഗരസഭ 34-ാം വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വാർഡ് കൗൺസിലർ ഉഷ സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപം നൽകപ്പെട്ട ദീൻദയാൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും പഠന ക്ലാസും സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ പടിഞ്ഞാറേനട NSS കരയോഗം ഹാളിൽ നടന്ന പരിപാടി കവിയും ഗാനരചയിതാവുമായ ഹരി ഏറ്റുമാനൂർ ഉദ്ഘാടനം ചെയ്തു. അത് ആൾക്കാർ മോഷ്ടിച്ചിട്ട് പോകും, അങ്ങനെ പിടിച്ചു പറിച്ചിട്ട് പോകും. പക്ഷേ ഈ വിദ്യ പിടിച്ചു പറിച്ചൊന്നും പറ്റില്ല. പറ്റുമോ അവർക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ അതാണ് ആ വിദ്യാനിധിയുടെ പ്രത്യേകത. വിദ്യാനിധി ആവുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇന്ന് വിദ്യാനിധി എന്ന ഒരു പേരിൽ ഇന്നിവിടെ പഠന ക്ലാസ്സുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അനുമോദിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത്രയും അറിവ് നമുക്കിപ്പോഴും കൂടി വരുന്നത് നല്ലതാണ്. അങ്ങനെ അറിവ് ഉണ്ടാകാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് വിജയം ലഭിക്കുമ്പോൾ നിങ്ങളെ അനുമോദിക്കേണ്ടതും നമ്മുടെ എല്ലാം കടമയാണ്, സമൂഹത്തിൻ്റെ കടമയാണ്. അപ്പോൾ സമൂഹത്തിന് വേണ്ട പല പല കാര്യങ്ങൾ എന്താ പറയുക, കാർഷികമായും വ്യാവസായികമായും അല്ലെങ്കിൽ സാംസ്കാരികമായും ഒക്കെ വാർഡ് കൗൺസിലർ ഉഷ സുരേഷ് അധ്യക്ഷത വഹിച്ചു. എല്ലാ വാർഡിലും അല്ലെങ്കിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ അതുപോലെ ഏതൊരു സംഘടനകൾ നടത്തിയാലും അവരെ all A+ വാങ്ങിച്ച കുട്ടികൾക്കാണ് മൊമെന്റോ നൽകുന്നത്. പക്ഷേ വർഷങ്ങളായിട്ട് 7 വർഷമായി ഞാൻ കൗൺസിലറായിട്ട് വർഷങ്ങളായിട്ട് നമ്മളുടെ വാർഡിലെ കുട്ടികൾക്ക് all A+ കിട്ടിയ കുട്ടികൾക്ക് മാത്രമല്ല, കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായ 10th +2 പാസ്സായ എല്ലാ കുട്ടികൾക്കും നമ്മൾ അനുമോദിക്കുന്നുണ്ട്. ആ ഒരു അനുമോദനത്തിനെത്തിയ ഈ കുട്ടികളോട് ആണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ ഒരുപാടൊന്നും പറയുന്നില്ല, കാരണം ആധികാരികമായിട്ട് ക്ലാസ് എടുക്കാൻ നമുക്ക് ഇവിടെ പണിക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ട ക്ലാസ്സുകൾ എടുക്കും. അതുപോലെ തന്നെ ആശംസ പറയാൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ദീൻദയാൽ വികസന സമിതി അംഗം രാജീവ് മേനോൻ സ്വാഗതം പറഞ്ഞു. ജോസഫ് സെബാസ്റ്റ്യൻ, നടരാജൻ G, MK ചന്ദ്രബോസ്, ജയകുമാർ J എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളായ കൃഷ്ണദേവ് S നാരായണൻ നായർ, അഭിനന്ദ S, കാർത്തിക R, അർജുൻ S നായർ, മരിയ മാത്യു, ടോം സേവിയർ ടോമി, ആദിത്യ രാജേഷ്, ദക്ഷിണ സിജോ എന്നിവർക്കും +2 പരീക്ഷയിൽ വിജയം നേടിയ ശിവേക് S നാരായണൻ നായർ, ദേവിക കിഷോർ, അഭിരാമി S, കൃഷ്ണ S, ഫാത്തിമ സുഹറ, ഭരത് J, ഹരികൃഷ്ണ P ഹെഗ്ഡൻ, ആയുഷ് ജഗന്നാഥ് ഭക്ത്, ലക്ഷ്മി യുക്ത, ദേവപ്രിയ B, ദയാ ശ്രീകുമാർ തുടങ്ങിയ വിദ്യാർത്ഥികൾക്കും പുരസ്കാരം നൽകി അനുമോദിച്ചു. ദീൻദയാൽ വികസന സമിതി അംഗം സുപ്രിയ ശ്രീകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ വിദ്യ ആർ പണിക്കർ പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി. ഞാനൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പ്രായത്തിലേക്കൊന്നും മടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അത്രയധികം എനർജി പാക്ഡും വൈബ്രൻറ്റും ആയിട്ടുള്ള ഒരു പ്രായമാണ്. നമ്മൾ എന്താഗ്രഹിച്ചോ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. നമുക്ക് യഥാർത്ഥമായ ഒരു ലക്ഷ്യങ്ങളും നമുക്ക് സപ്പോർട്ടും ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം നമ്മൾ ചിന്തിക്കുന്നതെന്തോ അതായി തീരാൻ പറ്റുന്ന ഒരു പ്രായമാണ്. എനിക്കൊക്കെ ഇനിയിപ്പോൾ എത്ര വിചാരിച്ചാലും ഈ പ്രായത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷമം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.